ഗൗതം അദാനിക്കും അദാനി ഗ്രൂപ്പിനുമെതിരെ യുഎസ് കോടതി കേസെടുത്തതിന് പിന്നാലെ തകർന്നടിഞ്ഞ അദാനി ഗ്രൂപ്പ് ഓഹരികൾ വിപണി മൂല്യത്തിൽ 2.86 ലക്ഷം കോടിയുടെ നഷ്ടം രേഖപ്പെടുത്തി. സോളാർ കരാർ സ്വന്തമാക്കാനായി ഗൗതം അദാനിയും മരുമകൻ സാഗർ അദാനിയും ചേർന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് 2000 കോടി രൂപ കൈക്കൂലി നൽകിയെന്ന കേസിൽ യുഎസ് കോടതി കുറ്റം ചുമത്തിയതിന് പിന്നാലെ തകർന്നടിഞ്ഞ് അദാനി ഗ്രൂപ്പ് ഓഹരികൾ. ഗ്രൂപ്പിലെ 10 ഓഹരികളും കനത്ത നഷ്ടത്തിലായതോടെ മൊത്തം കമ്പനിയുടെ വിപണി മൂല്യത്തിലുണ്ടായത് 3.45 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ്. രാവിലെ വ്യാപാരം ആരംഭിച്ചതിന് ശേഷം അദാനി ഗ്രൂപ്പിലെ മുഖ്യ കമ്പനിയായ അദാനി എന്റർപ്രൈസസിന്റെ ഓഹരി വില 23% ഇടിഞ്ഞിരുന്നു. ഇതോടെ കമ്പനിയുടെ വിപണി മൂല്യത്തിൽ 78.986 കോടി രൂപയുടെ കുറവുണ്ടായി. അദാനി എയർപോർട്ട്സ് ആൻഡ് സെസ് 22.80% നഷ്ടം രേഖപ്പെടുത്തി. അദാനി എനർജി സൊല്യൂഷൻസിന്റെ ഇടിവ് 20%. അദാനിയുടെ മറ്റ് കമ്പനികളിലും സമാന രീതിയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തൽ വന്ന ഘട്ടത്തിലാണ് സമാന അവസ്ഥയിൽ വലിയ രീതിയിലുള്ള വിപണി മൂല്യങ്ങളിൽ നഷ്ടം അദാനി ഗ്രൂപ്പിന് സംഭവിച്ചത്. ആ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെയാണ് അദാനി ഗ്രൂപ്പ് നഷ്ടത്തിൽ നിന്ന് കരകയറിയത്. ന്യൂയോർക്ക് കോടതി കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നുണ്ടായ വിപണി നഷ്ടത്തെ തുടർന്ന് ശതകോടീശ്വരനും അദാനി ഗ്രൂപ്പ് ഉടമയുമായ ഗൗതം അദാനിയുടെ ആസ്തിയിലും ഇടിവുണ്ടായി. 10.5 ബില്യൺ ഡോളറിൽ നിന്ന് 59.3 ബില്യൺ ഡോളറായി അദാനിയുടെ ആസ്തിയിൽ വൻ ഇടിവാണ് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.